ഒരബദ്ധം പറ്റി, കുറച്ച് മിസ്സിങ് ഉണ്ട് ഇതിനകത്ത്, എന്നാലും കണ്ടു നോക്കാം. അപ്പോൾ ഇന്നലെ ഞാൻ എന്തൊക്കെയാന്ന് നോക്കിയാലോ. ആദ്യം എത്ര ടിഫിൻ ഉണ്ടെന്ന് നോക്കാം. 1 2 3 4 ടിഫിനാണ്. അപ്പോൾ ഇന്ന് എന്താണെന്ന് നോക്കിയാൽ ഇന്ന് പുലാവാണ്. ഈ പുലാവ് കുറേ സാധനങ്ങൾ, മട്ടർ, ക്യാരറ്റ്, പിന്നെ ചുമന്ന വെല്ലുവിളിയാണ്, താഴെ വീണ് പോയി. ഇത് പപ്പടമാണ്, ചുമന്ന വെല്ലുവിളിയാണ് ഇട്ടേക്കുന്നത്, അതുകൊണ്ട് അത് കളറതിന്. പിക്കിളുണ്ട്, അല്പം റൈസിൻ്റെ പപ്പടം, അത് എയർ ഫ്രയറിലിട്ടാണ്. ഇത് സാലഡാണ്, നമ്മുടെ തക്കാളിക്ക, പച്ചമുളക്, ഉള്ളി ഒക്കെ ഇട്ട് സാലഡ് ഉണ്ടാക്കി. ഇനി നാരായണൻ്റെ ഫുഡ്. നാരായണന് അല്പം ബിസിയാണ്, ഫോൺ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എന്തായാലും നാരായണൻ്റെ ഫുഡ് എടുക്കാം. ലാസ്റ്റ് നാരായണനെ കാണിക്കാം, എൻ്റെ പാർട്ട്ണർ. അപ്പം തൈരുണ്ട്, തൈരെടുത്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നാരായണനും അതേപോലത്തെ ഇത് എണ്ണയിൽ ഫ്രൈ ചെയ്ത പപ്പടമാണ് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ എയർ ഫ്രയറിലിട്ടാണ്, അപ്പോൾ അതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും. ഇത് പൊന്നിയരിയാണ്, അപ്പോൾ നാരായണ സ്ഥിരമായി കഴിക്കുന്ന പൊന്നിയരിയാണ്. അപ്പോൾ ഇതും ക്യാബേജല്ല, ഫ്ലവർ, ക്യാരറ്റ് എല്ലാം കൂടിയിട്ടൊരു കറി. അതിന് എന്താ പറയാമെന്നറിയത്തില്ല, കറി നമ്മൾ കഴിക്കുന്ന ഇച്ചിരി വെള്ളമായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നാരായണന് ലിക്വിഡായിട്ട് വേണം, അത് നാരായണൻ്റെ ഒരു ഇതാണ്. എനിക്ക് പക്ഷേ ഭയങ്കര കുറുകിയിരിക്കണം കറി, എനിക്കത് നിർബന്ധമാണ്. അപ്പോൾ ഓരോരുത്തരുടെ ഓരോ ഇഷ്ടങ്ങളല്ലേ. എന്തായാലും ആദ്യം പപ്പടം എടുത്ത് പൊടിച്ചു, പിന്നെ സാലഡ് എടുത്തു, അത് കഴിഞ്ഞ് നാരായണൻ്റെ ആ ഫ്ലവർ കറി, പിന്നെ ഇച്ചിരി പിക്കിളും ഇട്ട് കഴിഞ്ഞാൽ കുശാൽ. അപ്പോൾ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റിയാണ്. സാധാരണ രീതിയിലുള്ള ക്ലോസപ്പ് ഷോട്ടുകളൊന്നും എനിക്ക് പറ്റിയില്ല, അതുകൊണ്ട് നാരായണൻ കഴിക്കുന്നത് നമുക്ക് ആസ്വദിക്കാം. നാരായണൻ അങ്ങനെ കഴിച്ച് ആസ്വദിച്ച് വാഹ.